ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്താണ് പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ആദ്യ പാപം എന്ന ചിത്രം റിലീസായത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1988 ആണ് സിനിമ റിലീസായത്. ഈ ആദ്യ പാപം എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് RB ചൗധരിയുടെ സൂപ്പർ ഗുഡ് ഫിലിംസാണ്. ഈ മനുഷ്യോൽപത്തി, പ്രപഞ്ചോൽപത്തി ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി കാണിക്കുന്ന ഒരു ചിത്രമാണ് ഈ ആദ്യ പാപം എന്ന ചിത്രം. എന്തായാലും ബൈബിളിനെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമയാണല്ലോ. എന്തായാലും സിനിമ തിരുവനന്തപുരത്ത് പാർത്താസ് തിയേറ്ററിലാണ് സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ ഈ സിനിമ കാണണം, ആദ്യം ഇറങ്ങി സിനിമ നല്ല രീതിയിൽ സിനിമ ഓടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ പാർത്താസ് തിയേറ്ററിൽ ഈ സിനിമ ആയതുകൊണ്ടാവണം സിനിമ നൂൺ ഷോ ആയിരുന്നു, 12 മണിക്കുള്ള ഷോ ആണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ സിനിമ കാണണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. പി ചന്ദ്രകുമാറിനെ കുറിച്ച് കൂടുതലായി ഒന്നും അറിയില്ല. പി ചന്ദ്രകുമാർ സിനിമ സംവിധായകനാണെന്ന് മാത്രം അറിയാം. എന്തായാലും പി ചന്ദ്രകുമാറിന്റെ സിനിമ കാണാനായിട്ട് ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ മാത്രമല്ല, എൻ്റെ ക്ലാസ്സിലുള്ള എൻ്റെ ബെഞ്ചിലിരുന്ന നമ്മൾ 5 പേരും ക്ലാസ് കട്ട് ചെയ്ത് പി ചന്ദ്രകുമാറിന്റെ ഈ ആദ്യ പാപം സിനിമ കാണാനായി പാർത്താസിലേക്ക് പോയി. പാർത്താസിൽ ചെന്നു, ടിക്കറ്റ് എടുത്തു, സിനിമ തുടങ്ങി. സിനിമ ആദ്യ പാപം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ആദ്യം പ്രപഞ്ചോൽപത്തി, അത് കഴിഞ്ഞിട്ട് ആദമിനെ സൃഷ്ടിക്കുന്നു, പിന്നെ ഹൗവയെ സൃഷ്ടിക്കുന്നു. ഇതൊക്കെയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഓരോരോ വിഷ്വൽസ്. എന്തായാലും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ ചിത്രം ഒരു 7 ലക്ഷം രൂപയാണ് അന്ന് ആ ചിത്രത്തിന് മുടക്കുമുതൽ. അതായത് നിർമ്മാതാവിന് 7 ലക്ഷം രൂപയാണ് അതിന് ടോട്ടൽ സിനിമയുടെ ബഡ്ജറ്റ്. പക്ഷെ ആ സിനിമ കളക്ട് ചെയ്തത് ഏകദേശം 2.5 കോടിയോളം രൂപയാണ് 1988. അന്ന് 2.5 കോടിക്ക് എന്ത് വിലയുണ്ടാവും അന്നത്തെ കാലത്ത്. ഈ പി ചന്ദ്രകുമാർ ഈ സിനിമ മലയാളത്തിൽ എടുത്തിട്ട് അത് തമിഴിൽ ഡബ് ചെയ്യുകയും ഹിന്ദിയിലും ഡബ് ചെയ്യുകയും മറ്റു പല ഇന്ത്യൻ ഭാഷകളിലേക്കും ഡബ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം കൂടെയുള്ള ഗ്രോസ് ആയിരിക്കണം ഒരുപക്ഷെ ഈ 2.5 കോടി എന്ന് പറയുന്ന ആ ഒരു വലിയ സംഖ്യ. എന്തായാലും പി ചന്ദ്രകുമാർ ഈ ആദ്യ പാപം എന്ന സിനിമയ്ക്ക് ശേഷം പിന്നെയും കുറെ ബി ഗ്രേഡ് സിനിമകൾ എടുക്കുകയും അതിലെല്ലാം ഒരുവിധം നല്ലതുപോലെ തന്നെ അത് സ്വീകരിക്കപ്പെടുകയും എല്ലാം യുവാക്കൾ കൂടുതൽ പി ചന്ദ്രകുമാറിലേക്ക് ആകർഷിക്കപ്പെടുകയും ഒക്കെ ചെയ്തൊരു കാലമായിരുന്നു 88, 89, 90 കാലഘട്ടങ്ങളൊക്കെ. അപ്പോൾ ഈ പി ചന്ദ്രകുമാർ എടുത്ത ഈ ആദ്യ പാപത്തിൽ യേശുദാസ്, കൃഷ്ണചന്ദ്രൻ, പി ജയചന്ദ്രൻ തുടങ്ങിയ ഗായകർ ഗാനം ആലപിച്ചിട്ടുണ്ട്. അതിന്റെ സംഗീത സംവിധാനം ജെറി അമൽദേവും ഉഷ ഖന്നയും ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഒരു ആകർഷണം തോന്നിയ ഒരു കാര്യം, ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് വിമൽ രാജ് എന്ന് പറയുന്ന ഒരു നടനും അഭിലാഷ എന്ന് പറഞ്ഞ ഒരു നടിയുമാണ് അതിനകത്ത് നായകനും നായികയും, അതായത് ആദവും ഔവയുമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് കൂടുതൽ ഒരു അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ആ സിനിമയിൽ ഒരു ഏദൻ തോട്ടം കാണിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഏദൻ തോട്ടമൊക്കെ ഗ്രാഫിക്സിൽ അതിമനോഹരമായി കാണിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അന്ന് ആ സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് എങ്ങനെ ഇങ്ങനെ ഒരു ഏദൻ തോട്ടം സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റ് ഇടാൻ അവർക്ക് കഴിഞ്ഞു എന്ന് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നി. കാരണം ആ ഏദൻ തോട്ടം കണ്ടാൽ യഥാർത്ഥ ഏദൻ തോട്ടവും തോറ്റുവും അത്തരത്തിലുള്ള ഒരു ഏദൻ തോട്ടമാണ് ആ സിനിമയ്ക്കകത്തുള്ളത്. സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നെറ്റിൽ അവൈലബിൾ ആയിരിക്കാം ഒരുപക്ഷെ ആ സിനിമ. എന്തായാലും ആദ്യ പാപം 1988 ഒരു ബി ഗ്രേഡിൽ ഒരു ട്രെൻഡ് സെറ്റർ മൂവിയായിരുന്നു. അതിനുശേഷം പി ചന്ദ്രകുമാർ എന്ന സംവിധായകൻ ഇതേ ബി ഗ്രേഡ് സിനിമകളുമായി മുന്നോട്ട് പോയപ്പോൾ പി ചന്ദ്രകുമാറിനെ അനുഗമിച്ച് കൂടെ വന്ന കുറെ സംവിധായകർ, അതായത് KS ഗോപാലകൃഷ്ണൻ, ജയദേവൻ തുടങ്ങിയവർ ഇതേ ബി ഗ്രേഡ് സിനിമകളിലൂടെ മുന്നോട്ട് പോയ ചില സംവിധായകരാണ്. എന്തായാലും ഈ 80കളുടെ അവസാനവും 90കളുടെ ആദ്യ ഘട്ടവും ഒരു ബി ഗ്രേഡ് സിനിമകളുടെ ഒരു വൻ നിര തന്നെ ഉണ്ടായിരുന്നു. അതിലൂടെ ഒരുപാട് നടീനടന്മാർ ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ച് പേരെടുക്കുക വരെ ചെയ്തു.
എന്തായാലും ബി ഗ്രേഡ് സിനിമകൾ തിയേറ്ററിൽ ക്ലാസ് കട്ട് ചെയ്തായാലും പോയി കാണാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ. കാര്യം അന്ന് ഇതുപോലെ നമ്മുടെ കൈവിരൽ തുമ്പിൽ മൊബൈലോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ മറ്റു യാതൊരു ഫെസിലിറ്റികളോ അന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ബി ഗ്രേഡ് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോവുകയല്ലാതെ മറ്റൊരു രക്ഷയും ഇല്ലാത്തൊരു കാലമായിരുന്നു അത്. എന്തായാലും ആദ്യ പാപം സിനിമ അന്ന് എത്രയോ നാളുകൾ ഓടുകയും ഒരു നല്ല മുടക്കുമുതലിനേക്കാൾ എത്രയോ ഇരട്ടി പൈസ തിരിച്ചു പിടിക്കുകയും ചെയ്ത ഒരു നല്ല ചിത്രമാണ്. അത് ബി ഗ്രേഡ് സിനിമയായി പോയി എന്നുള്ള ഒരു കുറ്റമേ ആ സിനിമയ്ക്കുള്ളൂ. പക്ഷെ സിനിമ ഇന്നും ഒരു നല്ല ഒരു കാഴ്ചക്കാരന് ഒരു പ്രത്യേകതയുള്ള ഒരു സിനിമ തന്നെയാണ് ഈ ആദ്യ പാപം എന്ന ചിത്രം. എന്തായാലും പി ചന്ദ്രകുമാറിന് അന്ന് ഇങ്ങനെ ഒരു ചിത്രം എടുത്തതിന് പി ചന്ദ്രകുമാറിനെ അഭിനന്ദിക്കുക തന്നെ വേണം. കാര്യം മറ്റു സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഇത്തരത്തിലൊരു ചിത്രം എടുക്കുവാൻ പി ചന്ദ്രകുമാറിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് തന്നെയാണ്.